വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ ലൂക്കാ സുവിശേഷത്തിന്റെ 4-ാം അധ്യായം യേശുവിന്റെ പ്രലോഭന പരീക്ഷണങ്ങളോടെയാണ് ആരംഭിക്കുന്നത്. പരിശുദ്ധാത്മാവിന്റെ അരൂപിയാൽ യേശു മരുഭൂമിയിൽ 40 ദിവസം ഉപവസിക്കുന്നു. ഈ സമയത്ത് പിശാച് അവനെ 3 രീതിയിൽ പരീക്ഷിക്കുന്നു. അപ്പം വഴി ശരീരാവശ്യങ്ങൾ, അധികാരവും മഹത്വവും, ദൈവത്തെ പരീക്ഷിക്കൽ. ഓരോ പരീക്ഷണത്തിനും യേശു ദൈവവചനത്തിലൂടെ മറുപടി നൽകി പിശാചിനെ തോൽപ്പിക്കുന്നു. തുടർന്ന് പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടെ യേശു ഗലീലയിൽ ശുശ്രൂഷ ആരംഭിക്കുന്നു. സിനഗോഗുകളിൽ അവൻ ഉപദേശിക്കുകയും ജനങ്ങളിൽ പ്രസിദ്ധനാവുകയും ചെയ്യുന്നു. നസറത്തിലെ സിനഗോഗിൽ യേശു യെശയ്യാ പ്രവാചകന്റെ ഗ്രന്ഥത്തിൽ നിന്ന് വായിച്ച് തന്റെ ദൗത്യം പ്രഖ്യാപിക്കുന്നു. കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ബന്ധിതർക്ക് മോചനവും അന്ധർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു. എന്നാൽ നസറത്തിലെ ജനങ്ങൾ അവനെ അംഗീകരിക്കാതെ ഇവൻ ജോസഫിന്റെ മകനല്ലേ എന്ന് സംശയിക്കുന്നു. ഏലിയാവും ഏലീഷായും അന്യജാതികൾക്കിടയിൽ പ്രവർത്തിച്ച സംഭവങ്ങൾ യേശു ഉദാഹരണ സഹിതം വിവരിക്കുമ്പോൾ അവർ ക്രുദ്ധരായി അവനെ കൊല്ലാൻ ശ്രമിക്കുന്നു. എന്നാൽ യേശു അവരിലൂടെ കടന്നുപോയി രക്ഷപ്പെടുന്നു. അതിനുശേഷം കഫർനൗമിൽ യേശു അധികാരമുള്ള ഉപദേശം നൽകുകയും അശുദ്ധാത്മാവിനെയും രോഗങ്ങളെയും പുറത്താക്കുകയും ചെയ്യുന്നു. പത്രോസിന്റെ അമ്മായിയമ്മയെ പീഡിപ്പിച്ചിരുന്ന ജ്വരം പോലും അവന്റെ വാക്കിന് കീഴടങ്ങുന്നു. ദുഷ്ടാത്മാക്കൾ അവനെ ദൈവപുത്രൻ എന്ന് തിരിച്ചറിയുന്നു. പക്ഷേ യേശു അവരെ ശാസിക്കുന്നു. ഞാൻ ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കേണ്ടിയിരിക്കുന്നു. അതിനുവേണ്ടിയാണ് ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നത്. 4-ാം അധ്യായം 43-ാം തിരുവചനം. പരിശുദ്ധാത്മാവേ, തിരുവചനത്തിന്റെ അനന്തശക്തിയാൽ ആത്മാവിന്റെ ബലങ്ങളും ദാനങ്ങളും നൽകി തീക്ഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.